നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെത്തി ഇരുമുടിക്കെട്ടുമായി 18-ാം പടി ചവിട്ടിയാണ് അയ്യപ്പ ദർശനം രാഷ്ട്രപതി ദ്രൗപദി മുർമു പൂർത്തിയാക്കിയത്. പമ്പയിലെത്തി പമ്പാ സ്നാനത്തിന് ശേഷം രാവിലെ 11:30ഓടെയാണ് സന്നിധാനത്തേക്കുള്ള യാത്ര തിരിച്ചത്. സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ കൊടിമര ചുവട്ടിൽ തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനര് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് രാഷ്ട്രപതി മല കയറിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് നീളുന്നു. കേസിലെ 2ാം പ്രതി മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യും. ഹൈക്കോടതി ഉത്തരവിന് തൊട്ടു പിന്നാലെയാണ് SITയുടെ നീക്കം. അറസ്റ്റ് ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് സൂചന. പ്രതിപട്ടികയിലുള്ള മറ്റുദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉടനുണ്ടാകും. ശബരിമല സ്വർണ്ണക്കൊള്ള ഹൈക്കോടതി പരാമർശത്തിൽ മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP ആദ്യം മുതൽ പറയുന്ന കാര്യമാണ് ഹൈക്കോടതി പറഞ്ഞതെന്നും 4.5 കിലോ സ്വർണം ദേവസ്വം ബോർഡ് മുക്കിയെന്നും ഇത് വീഴ്ചയല്ല കൊള്ളയാണെന്നും ചൂണ്ടിക്കാട്ടിയ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതി പരാമർശത്തിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് മുഖ്യമന്ത്രി ചാടിയിറങ്ങി RSSനെതിരെ പ്രതികരിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടതെന്നും ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ജൂലൈ 30-ന് തിരുവാഭരണ കമ്മീഷണർ മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും സ്വർണ്ണപ്പാളി കൊണ്ടുപോകരുതെന്നും പറഞ്ഞിരുന്നതായും എന്നാൽ ഓഗസ്റ്റ് 8-ന് കമ്മീഷണർ നിലപാടിൽ കീഴ്മേൽ മറഞ്ഞെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്ന് പറയുന്നതും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഇടപെടലാണ് അതിന് പിന്നിലെന്നും സതീശൻ ആരോപിച്ചു. കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനം തടഞ്ഞു. വാഹനത്തിന് തൊട്ടു പിന്നാലെ പോയി നിവേദനം നൽകാനെത്തിയ ആളെ പ്രവർത്തകർ പിടിച്ചുമാറ്റി. കലുങ്ക് സംവാദം കഴിഞ്ഞ് നിവേദനം നൽകാനെത്തിയ ആളെ BJP പ്രവർത്തകരാണ് പിടിച്ചുമാറ്റിയത്. കലുങ്ക് സംഗമം കഴിഞ്ഞ് സുരേഷ് ഗോപി കാറിൽ മടങ്ങുമ്പോഴായിരുന്നു സംഭവം. 1 മണിക്കൂർ നേരം സംഗമം നടന്നു. അവിടെയൊന്നും ഇദ്ദേഹം നിവേദനം നൽകാൻ തയ്യാറായിരുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സ്.